അദ്ദേഹത്തിന്റെ പ്രഭാഷണം ബിജെപിയുടെ സമാരാധനായ നേതാവും കേന്ദ്രമന്ത്രിയുമായ ശ്രീ വി മുരളീധരൻ അവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. भारत माता की, भारत माता की नमस्कारम. एनडीए लीडर्स, कार्यकर्ता, sisters and brothers, it is a delight to be among you. This is the blessed land of the Sri Ananta Padmanabha Swami Temple. I had the opportunity of praying there about 2 years ago. This is also the land of the Attakal Bhagavati Temple. I go to Mother Attukalamma. I pay my respect to the Bellyani Devi Temple and Ajimala Mahadeva Temple. This is a city of social reform. Thanks to the association between Narayan Guru and Mahatma Ayankali. It is a city of learning due to the link with greats like Chattappi Swamikal. It is a city of culture. Who can forget King Swati Thirunal Ramavarma and Raja Ravi Verma? And this is the city of courage seen through the success of King Martand Verma. നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മണ്ണ് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ്. അനന്ത പത്മനാഭസ്വാമിയുടെ മണ്ണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്കവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. ഇത് ആറ്റുകാലമ്മയുടെ മണ്ണാണ്. ഞാൻ ആറ്റുകാലമ്മയെ വണങ്ങുന്നു. വെള്ളായണി ശ്രീഭദ്രകാളിയെ വണങ്ങുന്നു. ആഴിമല ശ്രീ മഹാദേവനെ വണങ്ങുന്നു. ഈ നഗരം ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും കർമ്മമണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ നഗരമാണ്. ഈ നഗരം ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം അറിവിന്റെ നഗരമാണ്. ഈ നഗരം സ്വാതി തിരുനാളിന്റെയും രാജാ രവിവർമ്മയുടെയും പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാംസ്കാരിക നഗരമാണ്. മാർത്താണ്ഡവർമ്മയുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്ന നഗരമാണ്. അതുകൊണ്ട് ഇത് പരാക്രമത്തിന്റെ നഗരമാണ്. Friends, my first rally today was in the cultural city of Madurai. Then I went to the land of Lord Ayappa. Then after that, I rode rally in the coastal part of Tamil Nadu.
And now, on this lovely evening, in this lively stadium, I am among you all. The capital of Kerala has a special link with BJP. Our first ever seat in the Kerala Assembly came from this part of the state. Friends, this rally in Thiruvananthapuram is my last rally during this campaign season in the south. I have travelled to Puducherry, Tamil Nadu and Kerala. There is a huge wave of support for NDA in these states and union territory. The people see our party and alliance as the best suited alliance to address the development needs of society. Our alliance understands national interest and regional aspirations. We are believers in federal structure of India. I would urge my sisters and brothers of Kerala, Tamil Nadu and Puducherry to bless NDA in the upcoming polls. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ആദ്യത്തെ സമ്മേളനം അത് സാംസ്കാരിക നഗരമായിട്ടുള്ള മധുരയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയ്യപ്പന്റെ മണ്ണിലേക്ക് പോയി. അതിനുശേഷം തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് അത്യുജ്വലമായിട്ടുള്ള മറ്റൊരു റാലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള സായാഹ്നത്തിൽ, ഈ അതിസുന്ദരമായിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിന്റെ ഈ തലസ്ഥാന നഗരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗത്വം നൽകിയത് ഈ തലസ്ഥാന നഗരിയാണ്. സുഹൃത്തുക്കളെ, ഈ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ അവസാനത്തെ സമ്മേളനമാണ്. പുതുച്ചേരിയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലും യാത്ര ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസരമുണ്ടായി. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു തരംഗമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നമ്മുടെ സഖ്യത്തെയും ഈ പാർട്ടിയെയും ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണിയും പാർട്ടിയുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പാർട്ടി ജനങ്ങൾ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള അഭിലാഷങ്ങളും ദേശീയമായിട്ടുള്ള താല്പര്യങ്ങളും ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വേദിയിൽ നിന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ജനങ്ങളോട്, സഹോദരന്മാരോട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കൂ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അനുഗ്രഹിക്കൂ. Friends, in Kerala, the people of the state are convinced on two things. First, UDF and LDF
are twins. They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism, and more. The political picture in West Bengal is clear to everyone. Election after election, Congress and left are getting closer. The logical step after such closeness is a full merger of Congress and left. They can call the new party CCP, Comrade Congress Party. Second, because they are twins, UDF lacks the ability and willingness to defeat LDF. No wonder there is a surge of support in favor of NDA. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഒന്ന്, ഈ UDF-ഉം LDF-ഉം അവര് ഇരട്ട സഹോദരന്മാരാണ്. അവര് ദുർഭരണത്തിൽ ഇരട്ട സഹോദരന്മാരാണ്, അഴിമതിയിൽ ഇരട്ട സഹോദരന്മാരാണ്, രാഷ്ട്രീയ ഹിംസയിൽ, രാഷ്ട്രീയ അക്രമങ്ങളിൽ ഇരട്ട സഹോദരന്മാരാണ്, വർഗീയതയിൽ ഇരട്ട സഹോദരന്മാരാണ്, ജാതീയതയിലും സ്വജന പക്ഷപാതത്തിലും അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അവർ ഇരട്ട സഹോദരന്മാരാണ്. അവര് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ അടുപ്പം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരിങ്ങനെ രണ്ടായി നിൽക്കേണ്ട കാര്യമില്ല. അവർ പരസ്പരം ലയിക്കണം, ലയിച്ചുകൊണ്ട് ഒറ്റ പാർട്ടിയാക്കണം. എന്നിട്ടതിന് CCP എന്ന് പേരിടാം, കോമ്രേഡ് കോൺഗ്രസ് പാർട്ടി, അങ്ങനെ ഒരു പേരിടാം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം UDF-ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള താൽപര്യമോ കഴിവോ ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരത്ഭുതവുമില്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വലിയൊരു ജനപിന്തുണ, ആ ജനപിന്തുണയാണ് ഇപ്പോ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. Friends, the rise in NDA support is being driven by the youngsters, women, first-time voters and professionals of Kerala. Seeing the NDA, they are saying even people like us have a place in politics. UDF and LDF has given very uninspiring leadership to the state. Look at Thiruvananthapuram and surrounding areas. You have a minister who was supposed to help temples, but he was one of the masterminds to shower lathis on devotees in Sabarimala. Disproportionate assets, disrespect towards women, destroying public property, this is what local UDF, LDF, MLA are doing.
when the leadership is set, people will feel unhappy and disconnected from politics. സുഹൃത്തുക്കളെ, ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് ചെറുപ്പക്കാരുടെ പിന്തുണയാണ്. ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളുടെ പിന്തുണയാണ്, കന്നി വോട്ടർമാരുടെ പിന്തുണയാണ്, പ്രൊഫഷണലുകളുടെ പിന്തുണയാണ്. അവരെല്ലാവരും പറയുന്നത്, അവരോരോരുത്തരും പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കണ്ടുകൊണ്ട് അവർ പറയുന്നു. ഇടതുപക്ഷവും UDF-ഉം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും ആവേശം പകരുന്ന ഒരു നേതൃത്വമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥിതി നോക്കൂ. നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ ചുമതല ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ്. പക്ഷേ ശബരിമലയിൽ അയ്യപ്പ വിശ്വാസികളെ ലാത്തി കൊണ്ട് നേരിടുന്നതിന് നേതൃത്വം നൽകിയ ബുദ്ധികേന്ദ്രങ്ങളിലൊന്ന് ഈ മന്ത്രിയായിരുന്നു. മാത്രമല്ല, ബാക്കിയുള്ള MLA-മാരുടെ സ്ഥിതി എന്താ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച MLA-മാർ, സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ച MLA-മാർ, പൊതുമുതൽ നശിപ്പിക്കുന്ന MLA-മാർ, ഇതാണ് LDF-ന്റെയും UDF-ന്റെയും MLA-മാരുടെ ചെയ്തികൾ. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അവർ അസംതൃപ്തരാകുന്നതിൽ അത്ഭുതമില്ല. അവർ രാഷ്ട്രീയത്തോട് തന്നെ പരിപൂർണമായും വിട പറയുന്നതിൽ അത്ഭുതമില്ല. Friends, let me give you a small example of how the opposition treats professionals and how the NDA does. Congress is such a shameless party that they will sacrifice any hard-working person on the altar of factional politics. Many years ago, in the battle between the I faction and A faction, the career of a patriotic scientist, Nambi Narayan, was destroyed. That is why, even though they do try, not many professionals relate with UDF. In NDA, see the place of pride Metroman Sridharan has got. Today, he is emerging as an inspiration for so many professionals. In his career, he did so much for India. Now, he wants to give back to Kerala. സുഹൃത്തുക്കളെ, ഈ പ്രതിപക്ഷം എങ്ങനെ പ്രൊഫഷണലുകളെ, അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, NDA-യുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഠിനാധ്വാനിയായിട്ടുള്ള ഏത് വ്യക്തിയെയും അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ബലിയാടാക്കാൻ മടിക്കാത്തവരാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപേ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള തർക്കത്തിൽ നമ്പി നാരായണൻ എന്ന ദേശസ്നേഹിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞന്റെ അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ശാസ്ത്ര ജീവിതം തന്നെ പരിപൂർണമായും അവർ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് അവരെത്ര ശ്രമിച്ചാലും അധികമൊന്നും പ്രൊഫഷണലുകൾ UDF-നോടൊപ്പം ചേരാത്തത്. എന്നാൽ NDA-യുടെ കാര്യമല്ല. NDA-യിൽ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തെ ഏത് തരത്തിലാണ് NDA ബഹുമാനിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം.
അദ്ദേഹം ഇന്ന് രാജ്യമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രേരണയായി മാറിയിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം സംഭാവനകൾ നൽകി. ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേപോലെ കേരളത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ സമർപ്പിക്കണം എന്ന്. Friends, under NDA, there is a total hartal on governance in Kerala. The people here are talented and hardworking, but the LDF government has failed to show any forward-looking vision to solve their problems. The Kerala government neither has innovative development initiative, nor does it spend resources allotted by the center for the welfare of the people. This is happening in many sectors, including health, infrastructure, road construction, disaster management, and more. Even works happening due to multilateral frameworks are not taken seriously. സുഹൃത്തുക്കളെ, കേരളത്തിൽ സമ്പൂർണ്ണ ഹർത്താലാണ്. ഭരണത്തിനൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങൾ കഴിവുള്ളവരാണ്, കഠിനാധ്വാനികളാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ പുരോഗമന വീക്ഷണമുള്ള ആശയം, അങ്ങനെയുള്ള മുന്നോട്ടേക്കുള്ള വഴി, ആ വഴി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന സഹായം പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലെ സ്ഥിതി, പശ്ചാത്തല വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതുമാത്രമല്ല ദുരന്ത നിവാരണത്തിന്റെ മേഖലയിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ കേന്ദ്രം നൽകുന്ന സഹായം, ആ സഹായം വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Thiruvananthapuram is a fast-growing urban center. In fact, entire Kerala's urban population is rapidly rising. For the work hours LDF and EDF, this is a challenge. But we see this as an opportunity. Rapid urbanization means there is a necessity for rapid urban transformation, which we are doing. To start with, we have addressed the challenge of poor housing facilities through PM Awas Yojana. This initiative has ensured sanction of 1.11 crore affordable housing in urban areas across India. These houses which are being built are in line with local requirements. Through the Jal Jeevan Mission, we are working to ensure tap water connection to the houses. I am sad to share that the attitude of the Kerala government towards this initiative is not positive. That is why it is important for Kerala to have a NDA government. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം
അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരപ്രദേശമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ നഗര ജനസംഖ്യ ആ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പണിയും എടുക്കാൻ താൽപ്പര്യമില്ലാത്ത UDF-ഉം LDF-ഉം ഇതവർക്ക് അവരുടെ മുന്നിൽ ഒരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ വെല്ലുവിളി ഒരവസരമായിട്ട് കാണുകയാണ്. വാസ്തവത്തിൽ അതിവേഗമുള്ള നഗരവൽക്കരണം, ആ നഗരവൽക്കരണം ആവശ്യപ്പെടുന്നത് നഗരമേഖലകളിൽ പുതിയ സൗകര്യങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള പരിവർത്തനം, ആ പരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നഗരങ്ങളിലെ താരതമ്യേന മോശമായിട്ടുള്ള താമസ സൗകര്യങ്ങളുടെ വ്യവസ്ഥ, ആ താമസ സൗകര്യങ്ങളില്ലായ്മ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് 1,11,00,000 വീടുകൾ ഈ രാജ്യത്തെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ പണിതിരിക്കുകയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം എല്ലാ വീടുകളിലും കുടിവെള്ളം, ആ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. വളരെ വിഷമമുണ്ട് പറയാൻ, കേരള സർക്കാരിന്റെ സമീപനം ഈ കാര്യങ്ങളോട് അനുകൂലമായിട്ടുള്ളൊരു സമീപനമല്ല കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അങ്ങനെ സർക്കാർ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. Friends, let me share a fact with you. When our government was formed in 2014, only 5 cities had metro services. Today, 18 cities have metro rail service. In a decade before 2014, only 225 kilometers of metro line was operational. More than 450 kilometers of metro network has been commissioned in the last 6 years. A rapidly urbanizing state like Kerala needs NDA delivery-centric approach, not delay-centric approach of UDF and LDF. സുഹൃത്തുക്കളെ, മറ്റൊരു വസ്തുത കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സർക്കാർ 2014 രൂപീകരിച്ചപ്പോൾ രാജ്യത്ത് കേവലം 5 നഗരങ്ങളിൽ മാത്രമേ മെട്രോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാജ്യത്തെ 18 നഗരങ്ങളിൽ ഇന്ന് മെട്രോ സർവീസുകളുണ്ട്. 2014 മുമ്പുള്ള 10 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം, ആ ദശാബ്ദക്കാലം കൊണ്ട് പണിതത് കേവലം 225 കിലോമീറ്റർ മെട്രോ ലൈനാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ അതിന്റെ ഇരട്ടി 450 കിലോമീറ്റർ മെട്രോ നെറ്റ്വർക്ക്, മെട്രോ റെയിൽ നമ്മൾ പണിതിരിക്കുന്നു. കേരളം പോലെയുള്ള അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സമീപനമാണ്. അതല്ലാതെ UDF-ന്റെയും LDF-ന്റെയും വികസനത്തിന് കാലവിളംബമുണ്ടാക്കുന്ന ഒരു സമീപനമല്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സമീപനമാണ്. അതല്ലാതെ
UDF-ന്റെയും LDF-ന്റെയും വികസനത്തിന് കാലവിളംബമുണ്ടാക്കുന്ന ഒരു സമീപനമല്ല. Friends, I am aware that cyclones and floods have caused much damage and destruction across Kerala. Our government creating a strong disaster management system. This system would be powered by technology, latest innovations, and involving local communities. We cannot prevent the next natural disaster, but we can surely be well prepared all the time. സുഹൃത്തുക്കളെ, വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമൊക്കെ കേരളത്തിലുടനീളം ഏറെ ദുരന്തം വിതച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം, ആ ദുരന്ത നിവാരണ സംവിധാനം ശക്തമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം അത് ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും എന്നേക്കുമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. Friends, the NDA government is making a serious effort to increase the usage of technology among people. Our gem trinity of Jan-Dhan, Aadhaar and mobile has led to large savings. The center is working on ensuring high-speed internet and fast public Wi-Fi in both urban as well as rural centers. These steps will boost ease of doing business and ease of living. Our initiatives like the Startup India program, Mudra loans and more are helping the youth in Tier 2 and Tier 3 cities. I would also like to assure our fishermen that the NDA government will always safeguard their interests. Our PM Matsya Sampada Yojana is a comprehensive scheme to modernize the sector. സുഹൃത്തുക്കളെ, ദേശീയ ജനാധിപത്യ സഖ്യം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജൻധൻ, ആധാർ, മൊബൈൽ ഇത് മൂന്നും ചേർന്നിട്ടുള്ള ജാം അത് വലിയ തോതിൽ നമുക്ക് സമ്പാദ്യം, നമ്മുടെ ജനങ്ങളുടെ സമ്പാദ്യം, ആ സമ്പാദ്യശീലം വളർത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിവര സാങ്കേതിക വിദ്യയിൽ ഇന്റർനെറ്റ് കണക്ഷൻ, വേഗതയാർന്ന ഇന്റർനെറ്റ് കണക്ഷൻ അത് ഉറപ്പുവരുത്താൻ, അതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ വേഗതയാർന്ന വൈഫൈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള ക്ലേശങ്ങൾ ഇല്ലാതാക്കും. ഈ സംവിധാനങ്ങൾ വ്യാപാര വ്യവസായ മേഖലകളിൽ, ആ മേഖലകളിൽ കൂടുതൽ ഉത്തേജനം നൽകും. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടി, മുദ്ര വായ്പ, ഇതൊക്കെ ധാരാളം യുവാക്കൾക്ക് നമ്മുടെ മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല മറ്റ് ചെറുകിട നഗരങ്ങളിൽ ഉൾപ്പെടെ ധാരാളം യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ മത്സ്യബന്ധന മേഖലയിലുള്ള സഹോദരന്മാർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയുടെ താൽപര്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ, ആ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരാണ് NDA സർക്കാർ. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന
ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്. Friends, our focus is also health and education. In the last 7 years, numbers of IITs, IIMs have increased. We want to encourage medical and technical education in local languages. This will help the youth. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഈ രണ്ട് മേഖലകളിലും കൂടുതൽ ഊന്നൽ നൽകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നിരവധി IITകൾ, നിരവധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പ്രാദേശിക ഭാഷകൾ, ആ ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ട് ചെറുപ്പക്കാർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ആ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. Friends, you gave UDF and LDF many years. They only let you down. In a year, independent India turns 75. The next 25 years will be crucial for us. Bless the NDA so that we can work hard and create the Kerala you dreamed of. Thank you for coming and joining this rally. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറെ വർഷങ്ങളായിട്ട് UDFനും LDFനും അവസരങ്ങൾ നൽകി. പക്ഷേ അവർ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അടുത്ത വർഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത 25 വർഷങ്ങൾ നിർണായകമായിട്ടുള്ള ഒരു കാലമാണ്. കേരളം, നിങ്ങൾ കണ്ട സ്വപ്നം കണ്ട കേരളം, ആ കേരളം സൃഷ്ടിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്താൻ, അതിനു വേണ്ടിയിട്ട് NDA അനുഗ്രഹിക്കൂ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. Thank you very much. Namaskaram. നന്ദി മോദിജി. ഈ യോഗത്തിന് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്താൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ധനാലു സതീഷ്.